ഈ ഒരു സൈഡ് ഫുൾ അടിച്ച് തന്നെ പരിക്കുണ്ടല്ലേ? ഞാൻ ഇറങ്ങി വന്നോടണം. ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ കാണാം, ഇവിടെ വന്നപ്പോൾ കാണാം, ഇവിടെ 3 പയ്യന്മാരെയുണ്ട്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പോലും ആ മക്കളെ കൊണ്ടുവന്നവൾ കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ വിളിച്ചറിയിച്ചേടാ അവളെ അമ്മേനെ. അവിടെ തന്നെ പിടിച്ചിറക്കി ഇവിടെ ഇട്ടിട്ട് എന്നെ അടിച്ച്. അവളെ അമ്മയാണ് വന്നിട്ട് പറഞ്ഞത് ഇവിടെ വീട്ടിൽ കയറി വന്നിട്ടാണ്, മക്കളെ ഇവ ഇനി എണീക്കത്തില്ല, നീ നിൻ്റെ കാര്യം നോക്കി നീ വരണം എന്നുണ്ടെങ്കിൽ വാ എന്നും പറഞ്ഞു. നമസ്കാരം. ചിറയൻകീഴ് കിഴുവിലം കല്ലുപാലത്തിനടുത്തുള്ള ഒരു സ്ഥലമാണിത്. എൻ്റെ ഉള്ള സുജിനാണുള്ളത്. സുജിന ഇന്നലെ രാത്രി കുറച്ച് ആൾക്കാർ വന്ന് വെട്ടിയെന്നാണ് പറയുന്നത്. ഒന്ന് കാണിച്ചേട്ടാ. വന്ന് കൈ വെട്ടിയല്ലേ? കൈ വെട്ടി, അതുപോലെ തന്നെ അടിക്കുക ചെയ്ത് മൊത്തവും എന്നെ അടിക്കുക. കാര്യം എന്താണ്? കാര്യം ചേട്ടാ, ഒരു 4 കൊല്ലം കൊണ്ട് ഡിവോഴ്സിൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ട്. നിങ്ങളും വൈഫായിട്ട്. ഒരു വൈഫേ ഉള്ള? വേറെ വൈഫായോ? ഇല്ല, ഒരു വൈഫ് എനിക്ക്. മക്കളൊക്കെ ഉണ്ടോ? 2 മക്കളുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീട്ടിൽ സേഫ്റ്റി ഇല്ലെന്നും പറഞ്ഞാൽ അവർ ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്. ആര്? അതായത് എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ. പോരാത്തതിന് ഞാൻ ഇവളെ വിളിച്ചോണ്ട് അതായത് എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വിളിച്ചോണ്ട് വരുന്നത്. 20 വയസ്സ് ഒരു അവസാനമായപ്പോഴേ വിളിച്ചോണ്ട് വരുന്നത്. എന്നിട്ട് എനിക്ക് 21 വയസ്സ് പൂർത്തിയായപ്പോഴത്തേക്ക് എനിക്കൊരു മോൻ ജനിച്ചു. മൂത്ത മോൻ ആദിത്യൻ. എൻ്റെ കയ്യിൽ ഞാൻ പച്ച കുത്തിയിട്ടുണ്ട്. അപ്പോൾ മോൻ ജനിച്ച സമയത്ത് ആണ് കൊണ്ടുവന്ന് കല്യാണം രജിസ്റ്റർ ചെയ്യുന്നത്. അന്നോട്ട് ഇന്ന് വരെയും ചേട്ടാ, എൻ്റെ അച്ഛൻ ഒരു പെലേനാണ്, എൻ്റെ അമ്മ ഈടവാസമാണ്. അപ്പോൾ അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെലേൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നിഗമനമാണ് അവർ വെക്കുന്നത്. പ്രേമിച്ച ഞാൻ ബസ്സിൽ. അറിയില്ലായിരുന്നോ നിങ്ങൾ ഇത്ര അവസ്ഥയാണ് താമസിക്കുന്നത് എവിടെയെന്ന്? അറിയത്തില്ലായിരുന്നോ? അത് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യം ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞിട്ടാണ്. പിന്നെ അവർക്ക് അറിയില്ലായിരുന്നോ ഇങ്ങനൊരു വീടാണ്? അറിയായിരുന്നു. ഇവിടെ ഈ വീട്ടിലും വന്നിട്ടുണ്ട്. കല്യാണം കഴിക്കണേ മുന്നേ ഈ വീട്ടിലും വന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് അങ്ങനെ അവർക്ക് സേഫ്റ്റി ഇല്ലാതെ തോന്നുന്ന കാര്യം? സേഫ്റ്റി ഇല്ലാതെ തോന്നാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ, ഈ കൊറോണ സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അതിൻ്റെ തുണ്ടും കാര്യങ്ങളെല്ലാം കയ്യിരിപ്പുണ്ട്. ഞാൻ കിണറ്റിൽ നിന്ന് ഒരു 40-45 അടി, ഒരു 50 അടി താഴ്ചയിൽ ഞാൻ കിണറ്റിൽ വീണായിരുന്നു. എൻ്റെ അച്ഛനാണ് എന്നെ കിണറ്റിൻ്റെ പണി പഠിപ്പിച്ചത്. കിണറിനെ തൊടി വെട്ടി വെച്ച് എനിക്ക് വെട്ടാനും കാര്യങ്ങളും ഇതെല്ലാം അറിയും. അന്നേരം ഞാൻ കിണറ്റിൽ വീണ് ഒരു 1.5 കൊല്ലത്തോളം ഞാൻ കിടന്നെന്ന് വെച്ചാൽ ചത്ത ശവം കിടക്കും കണക്ക് ഞാൻ കിടന്നു എന്ന് വെച്ചാൽ, അതായത് മൊത്തത്തിന് ഞാൻ തളർന്നു. ഇല്ല ചേട്ടാ, ഞാൻ കിടന്ന കിടപ്പിലാണ് പോയത്. ഞാൻ കിടന്ന കിടപ്പിലാണ്. കൊച്ചുങ്ങളെ കൊണ്ടുപോയത്. അതായത് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയെന്ന് അവളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവളെ അമ്മയാണ് വന്നിട്ട് പറഞ്ഞത് ഇവിടെ വീട്ടിൽ കയറി വന്നിട്ടാണ്, മക്കളെ ഇവ ഇനി എണീക്കത്തില്ല, നീ നിൻ്റെ കാര്യം നോക്കി നീ വരണം എന്നുണ്ടെങ്കിൽ വാ എന്നും പറഞ്ഞാണ് വിളിച്ചോണ്ട് പോയത്. അല്ലാതെ ഞാൻ അവളെ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. ഇത് വെട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടാ, ഈ ഡിവോഴ്സിന് കേസ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒത്തിരിപ്പെന്നും പറഞ്ഞ് അവരിങ്ങോട്ട് വന്നതാണോ? അവരിങ്ങോട്ട് വന്നേ. ഞാൻ അങ്ങോട്ട് പോയല്ല ചേട്ടാ, അവർക്ക് ഇങ്ങോട്ട് വേണം. നോർമൽ ഡിവോഴ്സിന് അവർ കേസ് കൊടുത്തത്. അപ്പോൾ ഞാൻ അതിൽ ഒപ്പിട്ട് കൊടുത്ത്. അപ്പോൾ അവരിങ്ങോട്ട് വന്ന് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടാ, ഇവർ അതായത് ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച എൻ്റെ അളിയൻ പോയി അവരുടെ അടുത്ത് സംസാരിച്ചു. അതിന് മുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി സംസാരിച്ചു. മക്കളെ വന്നതെന്നും പോട്ട് നീ വാണെന്നും പറഞ്ഞ് സംസാരിച്ചായിരുന്നു. അന്നേരം ഇവളെ അമ്മ ആ വീട്ടിൽ അടുപ്പിച്ചിട്ടില്ല. ആദ്യം ഇതാ അവിടെ ഈ അയണിയില്ലേ, അതായത് ആ കുട്ടികളിരിക്കുന്നില്ലേ, അതിൻ്റെ താഴെ വന്ന് നിന്നിട്ട് ആരുമില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. ഞാൻ പറഞ്ഞ ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഗുളികയും കഴിച്ചിട്ട് അമ്മ ഇവിടെ അകത്ത് കിടക്കുകയായിരുന്നു. അവിടെ നിന്നിട്ട് ഞാൻ ചോദിച്ചു ആരുടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അളെ നീ ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ നീ ആരെന്ന് പറയാം, അല്ലാതെ ഞാൻ ഇറങ്ങി വരേണ്ട ആവശ്യമില്ലല്ലോ. അത് നീ പേടിക്കേണ്ട, ഇറങ്ങി വാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്നോടണം. ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ കാണാം, ഇവിടെ വന്നപ്പോൾ കാണാം, ഇവിടെ 3 പയ്യന്മാരെയുണ്ട്. അതിൽ ഒരു പയ്യൻ തോൽ അവിടെ നിന്ന്. അത് സെൻട്രൽ കാക്കിയാണോ മഞ്ഞ ഷർട്ടാണെന്നോ എനിക്ക് അറിയത്തില്ല. 2 പയ്യന്മാർ കറക്റ്റ് ഡ്രസ്സായിട്ട് വരുന്നത്. ഇവിടെ ഇല്ല, അവിടെ കറണ്ടുണ്ട്, വീട്ടിലുണ്ട്. ഇല്ല. അപ്പോൾ അതിലൊരു പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ പുറകെ നടക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ പെണ്ണിൻ്റെ പുറകെ നടക്കുന്നത് എൻ്റെ ആവശ്യം, അത് നീ ചോദിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു. അവിടെ തന്നെ പിടിച്ചിറക്കി ഇവിടെ ഇട്ടിട്ട് എന്നെ അടിച്ച് നല്ല രീതിക്ക് തന്നെ അടിച്ചു. കൈയുണ്ടോ കമ്പുണ്ടോ? അല്ലല്ല, ആദ്യം കൈ കൊണ്ട് അടിച്ചിട്ട് എന്നെ വലിച്ച് ഇവിടെ ഇട്ട്. നിന്നെ വെട്ടിയത് നല്ല സ്റ്റിച്ചുകളുണ്ടോ? അതെ, സ്റ്റിച്ച് ഇല്ല ചേട്ടാ,
പക്ഷേ അവരെന്നെ അടിക്കുക ചെയ്താ നോക്കട്ടെ അടുക്കി കെട്ടി ഇങ്ങനെ ചെയ്യണ ചെയ്ത ഈ ഒരു സൈഡ് ഫുൾ അടിച്ച് തന്നെ തളർത്തുന്ന പരിക്കുണ്ടല്ലേ? ആ. ഈ പറയുമ്പോൾ ഒരു ഉൾപ്രദേശമാണ്. നമ്മളെ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്ന് വയലിൽ കൂടെയും ഈ പറയുന്ന റബ്ബറും കാട്ടിൽ കൂടെയൊക്കെ നടന്ന് വന്നാലേ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. അവിടെ വെച്ചാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് കയ്യിലൊക്കെ വെട്ടി മുറിവേൽപ്പിച്ചത്. കാരണം ഇവിടുന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കത്തില്ല. അങ്ങ് റോഡിലൊക്കെ ആൾക്കാർ ഇവിടുന്ന് ഒരു മനുഷ്യൻ പോകാൻ പോലും ഇല്ല. ഇവിടെ എന്താ സേഫ്റ്റി കുറവെന്ന് പറയാൻ കാര്യം എന്താ? അവിടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്ട് റബ്ബർ ഇങ്ങനെ ഒടിഞ്ഞു വീണ് കേട്ടാ. അപ്പോൾ ഇവിടുന്ന് ഈ മരവും വീണ് അങ്ങനെ നമ്മളെ വീട് പൊളിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫിനും അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ മണ്ടേ കൂടെ ഇത് വീണത്. ഇല്ല, അവർക്ക് മുമ്പേ അറിഞ്ഞൂടെ ഇങ്ങനെ വിഷയങ്ങളൊക്കെ? അറിയാം. ഞാൻ സ്നേഹിക്കുന്ന കാണിച്ചില്ലേ കിട്ടിയത്? പ്രേമിച്ച് കിട്ടിയല്ലേ? അമ്മ ഇപ്പൊ ഇത്രയും അവസ്ഥയുണ്ട്. ഇതിപ്പോ അമ്മയുടെ വിശ്വാസം എന്താണ്? ഇപ്പൊ ആരടിച്ചെന്നാണ് പറയുന്നത്? കാരണം ഇവന് ശത്രുക്കൾ ആരും ഇല്ല. അവരെ ആൾക്കാർ തന്നെയാണ് അടിച്ചത്. അല്ല എൻ്റെ മോന് വേറെ ശത്രുക്കൾ ആരുമില്ല. ഇന്ന് വരെ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്ന് ഇത്രയും വർഷത്തിനിടെ വെച്ച് ഒരു മനുഷ്യന് ഞങ്ങളെ വീട്ടിൽ ഒരു ശല്യത്തിനും ഇതിപ്പോ ആദ്യത്തെ ഇടപാടാണിത്. ഒരു പെറ്റി കേസ് പോലും ഇല്ല. മറ്റേ എപ്പോഴും മറ്റേ ഇത് എടുക്കുന്നതാണല്ലേ? 6 മാസം കൂടുമ്പോൾ എടുക്കുന്നതാണ്. ഇതൊരു കേസുമില്ല. ഒരു കേസുമില്ല. അപ്പൊ നിനക്ക് ഉറപ്പുണ്ട് ഇതിന്റെ ദാമ്പത്യ അഥവാ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ അത് ഒന്നീ വണ്ടി ഓടിച്ച് അങ്ങനെ വരണ ഒരു കേസേ വരുള്ളൂ. അത് പെറ്റി കേസ് വരണമെന്നുണ്ടെങ്കിൽ ആ പെറ്റി അടയ്ക്കുന്നുമുണ്ട്. ഏതായാലും വേറെ എന്തോ എൻ്റെ പറയാനുണ്ടായിരുന്നു പറഞ്ഞു. എന്തോ സംഭവങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ഈ പറയുമ്പോൾ ഇത് ചേട്ടാ, ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചുകൊണ്ട് വരണതിന് മുന്നേ അവൾ എൻ്റെ ഈ വീടും കാര്യങ്ങളും കണ്ടതാണ്. പിന്നെ വന്നതിന് ശേഷമാണ് എൻ്റെ വീട് ഈ ക്വാളിറ്റിയിലായത്. അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞത് മഴ പെയ്ത് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ്. 2021 ഞാൻ റീസർവേക്ക് കൊടുത്തതാണ്. അതിൻ്റെ തുണ്ടും കാര്യങ്ങളും ഇതെല്ലാം ഇരിപ്പുണ്ട്. കളക്ടറേറ്റ് സഹിതം പരാതി കൊടുത്തതാണ്. ഇതുവരെ അതും ചെയ്തിട്ടില്ല. റിസർവ് ചെയ്താലേ വീട് മാറ്റി പണിയാൻ പറ്റും. ഇപ്പം എനിക്ക് എന്തിനേട്ടെന്ന് എത്ര വർഷം എത്ര വയസ്സ് മുതൽ നീ പണിയെടുത്ത് വാങ്ങി? ഞാൻ ഏകദേശം എൻ്റെ 12 വയസ്സ് തൊട്ട് സ്കൂളിൽ വെക്കേഷൻ വിടണ 2 മാസം തൊട്ട് മേശി പഠിക്കും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ പണ്ട് തൊട്ടേ ഏറ്റവും എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആർമി ചേരണമെന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നെ ഇപ്പം ആംബുലൻസ് ഓടിക്കുന്നത് ഗവൺമെൻറ് വണ്ടിയാണ് ഓടിച്ചുകൊണ്ട് നിന്നത്. ആംബുലൻസ് ഓടിക്കുന്നത് ഇത്രയും ധൈര്യമുള്ള നീയല്ലേ? ആംബുലൻസ് ഇതില്ലാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പം ആംബുലൻസ് ഓടിക്കുക എന്നുള്ള ചെറിയ ധൈര്യം പോരാ, വലിയ ധൈര്യം വേണം അതിനകത്ത്. അത്രയും ധൈര്യമുള്ള മനുഷ്യല്ല നീ. ഈ ചെറുപ്പക്കാരനെ പറ്റി നമ്മൾ റോഡിലൊക്കെ അന്വേഷിച്ചു, ആൾക്കാരുടെയൊക്കെ അന്വേഷിച്ചു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇതൊരു കേസൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അവനെയാണ് ഇന്നലെ രാത്രി. കാരണം ഈ ഇവിടെ അടിച്ചാൽ പോലും ആരും അറിയില്ല. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ പാടം കണ്ടോ? ഈ പാടവും റബ്ബറും കാടും കഴിഞ്ഞ് അത്രയും ദൂരം ഒരു മനുഷ്യന്മാർ പോലും ഇവിടെ ഇല്ല. അത് അടിക്കാൻ വന്ന അക്രമികൾ ആരായാലും അവർക്കറിയാം ഇവിടെ വന്ന് അടിച്ചായിരുന്നത് ആരും ചോദിക്കാനും പറയാനും വരില്ലെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് എൻ്റെ മക്കളെ കോടതിക്ക് കയറ്റാനായിരുന്നാലും എന്താനായിരുന്നാലും എനിക്കൊരു ആഗ്രഹമില്ല. കണ്ണ് നിറഞ്ഞു. അത് നിറയണമെന്നല്ല കേട്ടോ, അത് എൻ്റെ മക്കളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഇന്ന് വരെ ആ കുട്ടികളെ നമുക്ക് കാണാൻ പോലും ഒരു വിധി തന്നിട്ടില്ല. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പോലും ആ മക്കളെ കൊണ്ടുവന്നവൾ കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ വിളിച്ചറിയിച്ചേടാ അവൾ അമ്മേനെ. എന്നിട്ട് പോലും അവർ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ വേണം. ഇന്ന് എൻ്റെ മോനിത് പറ്റി. നാളെ ഇതേമാതിരി ജാതി വിട്ടവർ കല്യാണം കഴിച്ച് വരുന്ന ഏതൊരു പയ്യന്മാർക്കും ഇത് വരാൻ പാടില്ല. എൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞാൻ ഈ 4 ഇപ്പം ഏകദേശം 5 കൊല്ലമായില്ലേ അമ്മ, ഇതുവരെ എൻ്റെ മക്കളെ ഞാൻ കാണാൻ പോയിട്ടില്ല എന്നാണ് അവരെ നിലപാട്. ഞാൻ സ്കൂളിൽ എൻ്റെ മക്കളെ കാണാൻ പോയി. അന്നേരം അവിടുത്തെ സ്കൂളിൽ സാറ് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞത് അത് വെളിയിൽ നിന്ന് ആര് വന്നാലും മക്കളെ കാണിച്ചു തരാൻ പറ്റൂല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി. അതൊരു അമ്മ ചേർക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. കാരണം അത് എൻ്റെ കാരണം സ്കൂളുകാർക്ക് അറിയില്ലല്ലോ കേസാണോ വഴക്കാണോ അറിയില്ല സ്കൂളുകാർക്ക്. കാരണം നിങ്ങളാണ് അച്ഛനാണെന്ന് അവർ സ്കൂളുകാർക്ക് അറിയില്ല. അത് അവർ സ്കൂളുകാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു അമ്മ പറയും പോലെ ആയിരിക്കും. അല്ലെങ്കിൽ ആര് നിങ്ങൾ കൊണ്ട് ജോയിൻ ചെയ്തിട്ട് പറയുകയാണ് ആരെയും കാണിക്കാൻ പറഞ്ഞാൽ അവരങ്ങനെ അനുസരിക്കും. അത് ഒരിക്കലും സ്കൂളുകാരെ കുറ്റം പറയാൻ പറ്റില്ല. അത് അങ്ങനെയുണ്ട്. അമ്മ കൊണ്ട് കാണിച്ചിട്ട് എൻ്റെ ഭർത്താവിനെ കാണിക്കില്ലേ, ഭർത്താവ് ഞങ്ങളുടെ വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും. ഞാൻ ഇന്ന് വരെ ഒരു കേസ് കൊടുക്കണമെന്നും പറഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ വേണ്ടെന്നുള്ള രീതിയിലാണ് ഇതൊന്നും ഞാൻ സംസാരിച്ചില്ല. ഞാൻ ആരുടെ സംസാരിച്ചില്ല. ഇന്ന് വരെ ഞാൻ ആ ഒരു കേസിൻ്റെ രീതിക്ക് ഞാൻ പോയിട്ടില്ല. ഒരുപാട് സാഹിത്യമൊന്നും പറയാൻ ഞാനില്ല. എങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ പച്ചമാംസത്തിലേക്കും കത്തി ഇറക്കുമ്പോഴത്തേക്കും ആലോചിക്കുക. ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക, ഗാന്ധിയുടെ മാർഗ്ഗം സ്വീകരിക്കുക, അങ്ങനെയൊക്കെ പോകണം. കാരണം വെച്ചാൽ എന്താ പറയുക, ഒരു ചെറുപ്പക്കാരൻ എനിക്ക് അന്വേഷണത്തോളം അവനെ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. പഞ്ചപാവം ചെറുപ്പക്കാരൻ ഒരു കേസൊന്നുമില്ല. അമ്മയും അങ്ങനെ ഒരു കുഴപ്പങ്ങളെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ജാതിയും അതൊക്കെ ഒഴിവാക്കി വച്ചിട്ട് ഒരുപക്ഷെ യോജിച്ച് തീരുമാനിച്ച് പോയെങ്കിൽ ഒരു നല്ല കുടുംബമൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ പോരായ്മയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് പോരായ്മയൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരി അവനോടൊപ്പം ആ കൊച്ചുകളോട് ജീവിക്കാൻ നോക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. സ്പേസ് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിക് ഓഫ്.